ഈ വർഷം ഞാൻ വായിച്ച പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെയും അവസാനത്തെയും വീഡിയോ ആണിത്. ഇതിനു മുമ്പ് ആദ്യത്തെ പാർട്ടിൽ ഫിക്ഷൻ, നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വീഡിയോയിൽ റൊമാൻസും സയൻസ് ഫിക്ഷൻ ജോണറിലോട് വരുന്ന പുസ്തകങ്ങളാണ്. കാണാത്തവർ കാണുക. ഈ വീഡിയോയിൽ ത്രില്ലേഴ്സ് ആണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. മൊത്തം 11 ത്രില്ലേഴ്സ് ഞാൻ വായിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരെണ്ണം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കാണിക്കാം. ഡോക്ടർ രജത്ത അറിഞ്ചെ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്, ശിവൻ എടമനയുടെ ന്യൂറോ ഏരിയ, അനൂപിന്റെ അന്വേഷണ ചൊവ്വ, മെഹനൂഫ് ഷാ എഴുതിയ നമ്പ്യാർവില്ലയിലെ പാതിരാ കൊലപാതകം, KR മീരയുടെ ഘാതകൻ, GR ഇന്ദുഗോപന്റെ ഡിറ്റക്റ്റീവ് പ്രഭാകരൻ, ആസിഫിന്റെ പരകായം. ഇനിയുള്ള 4 പുസ്തകങ്ങളും ഡോക്ടർ നിഖിലേഷ് മേനോൻ എഴുതിയതാണ്. പ്രഥമ ദൃഷ്ട്യ, ഹനനം, പ്രതിക്രിയ 2.0, പ്രീമ ഫൈസി. ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ അഗോചരം എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും പറയാറായിട്ടില്ല. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ വർഷം ഞാൻ വായിച്ച ത്രില്ലർ പുസ്തകങ്ങൾ. മിക്കവാറും എല്ലാ പുസ്തകങ്ങളും തന്നെ ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു. ത്രില്ലർ എന്നുള്ളതിനകത്ത് തന്നെ പല ജോണറിൽ വരുന്ന പുസ്തകങ്ങളായിരുന്നു. പക്ക ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലോട്ടുകളായിരുന്നു പുസ്തകങ്ങളിൽ വരുന്നത്. എൻഗേജിംഗ് ആയിരുന്നു, ത്രില്ലിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന്, അതായത് ത്രില്ലേഴ്സിൽ നിന്ന് മാത്രമല്ല, ഞാൻ വായിച്ച എല്ലാ പുസ്തകങ്ങളിൽ നിന്നും, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അഗോചരം ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിൽ നിന്ന് എനിക്ക് വളരെയധികം മികച്ചത് എന്ന് തോന്നി ഓരോ ജോണറിൽ നിന്നും എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് ഫീൽ ചെയ്ത പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതായിരിക്കും അടുത്ത വീഡിയോയിൽ പറയുക. അപ്പോൾ ഇതിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. താങ്ക്